സ്വാതിരുനാൾ ദേവിയെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നവരാത്രി കീർത്തനങ്ങളാണ്. നമുക്കെല്ലാം അറിയാം അതിനെക്കുറിച്ച്. 9 ദിവസത്തെ നവരാത്രിക്കുള്ള കീർത്തനങ്ങൾ. നമ്മൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം, ലോകത്ത് ഏറ്റവും പഴക്കമുള്ള മ്യൂസിക് ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും അതിനെപ്പറ്റി പ്രത്യേക ഒരു ധാരണ കാണില്ല. ഏറ്റവും പഴക്കമുള്ളതും ഒരു വർഷം പോലും മുടങ്ങാതിരിക്കുകയും ഒരേ ക്രമത്തിൽ നടത്തിക്കൊണ്ട് വരുന്ന ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും അറിയാവുന്ന ഒരെണ്ണം തിരുവാരൂർ നടക്കുന്ന ത്യാഗരാജ സംഗീതോത്സവം. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ എന്തൊരോ മഹാനുഭാവലു എന്ന് പാടുന്നത് നിങ്ങളെല്ലാം കേട്ട് കാണും. അതിന് 75 വർഷത്തിൽ താഴെ പ്രായമേ ഉള്ളൂ ആ ഫെസ്റ്റിവലിന്. പക്ഷെ നമ്മുടെ നാട്ടിലാണ് ലോകത്തെ ഏറ്റവും പഴയ സംഗീത ഉത്സവം. 1839 തിരുവനന്തപുരത്തെ നവരാത്രി മണ്ഡപത്തിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് ആരംഭിച്ച സംഗീതോത്സവം അണമുറിയാതെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. 180 വർഷത്തിൽ കൂടുതലായി. അത് നേരത്തെ നവരാത്രി ഉത്സവം പത്മനാഭപുരത്തായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അത് മാറ്റി അദ്ദേഹം നവരാത്രി മണ്ഡപത്തിൽ കൊണ്ടുവന്നു. ഓരോ ദിവസവും പാടേണ്ട പാട്ട് ഏതാണെന്ന് അദ്ദേഹം എഴുതി വെച്ചു. അത് തന്നെയാണ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസത്തെ കീർത്തനത്തിൽ, ദേവിയെക്കുറിച്ചുള്ള കീർത്തനത്തിൽ ഈ ഉത്സവത്തിനെ കുറിച്ച് തന്നെ എടുത്ത് പറയുന്നുണ്ട്. പരിജന വിരജിത നവരാത്ര്യോത്സവ പരിതോഷിത ഹൃദയേ അമലേ എന്ന വരിയിലും ആദ്യത്തെ ദിവസത്തെ കീർത്തനത്തിൽ പറയുന്നുണ്ട്. ശങ്കരാഭരണം, കല്യാണി, സാവേരി, ഭൈരവി, തോടി, പന്തുവരാളി, ശുദ്ധധന്യാസി, നാട്ടക്കുറിഞ്ചി, ആരവി, ഇത്രയും രാഗങ്ങളിൽ 9 കീർത്തനം എഴുതി വെച്ചിരിക്കുകയാണ്. എല്ലാം പ്രശസ്തമാണ്. പക്ഷേ ഇത്തിരി കട്ടി കൂടിയ കീർത്തനങ്ങളാണ്, ഹെവി ആയിട്ടുള്ള കീർത്തനമാണ്. അതുകൊണ്ട് സാധാരണ അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. പാഹി പർവ്വത നന്ദിനി മാമയി പാർവണ എന്തു സമവദനെ. വളരെ ചെറിയ കീർത്തനമാണ്, പെട്ടെന്ന് പാടാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ 6 കീർത്തനങ്ങളിൽ സ്ഥലപ്പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് ശേഷമുള്ള അവസാനമുള്ള 3 കീർത്തനങ്ങളിൽ ദേവി എവിടത്തെ ദേവിയാന്ന് പറഞ്ഞിരിക്കുക. ഈ ദൈവത്തിന് പേര് പറഞ്ഞ്, സ്ഥലപ്പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശീലം നമുക്കുള്ള ഒരു ശീലമാണ്. ശബരിമല ധർമ്മശാസ്താവ്, ആറ്റുകാല അമ്മച്ചി, പഴനി മുരുകൻ, ഇങ്ങനെ സ്ഥലത്തിന് പേരിട്ടിരിക്കുകയാണ്. ശരിക്കും പരബ്രഹ്മമാണ്, എല്ലായിടും നിറഞ്ഞു നിൽക്കുകയാണ്. എങ്കിലും നമ്മൾ ഓരോരുത്തരും അതിനെ കുളനടയിലും പിന്നെ എറണാകുളത്തും ഒക്കെ ആക്കി ദൈവത്തിനെ പ്രത്യേകം നമ്മുടെ ഒരു അവകാശമാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അവസാനത്തെ 3 കീർത്തനത്തിലും സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ശുദ്ധ സാവേരിയിലെ കീർത്തനത്തിൽ നമ്മളിവിടെ ഇരിക്കുന്നത്, ഇത് ഏത് ആറാണെന്ന്, അച്ചൻകോവിൽ 6ൻ്റെ കരയിലാണ് ഇരിക്കുന്നത്. 6ൻ്റെ കരയിലിരിക്കുന്നതിന് സംസ്കൃതത്തിൽ പറയുന്നത് വാഹിനി തട നിവാസിനി എന്നാണ്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം വാഹിനി തട നിവാസിനികളാണ്. അപ്പോൾ ആദ്യത്തെ കീർത്തനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അനവദ്യതരനാവ ഹാരാലകൃതേ മഞ്ജു വനജായ തലോചനേ വാഹിനി തടവാസിനി ആണ് ശുദ്ധ സാവേരിയിലെ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത കീർത്തനം കന്യാകുമാരിയിലെ ദേവിയെ കുറിച്ചിട്ടാണ്. കമനീയ തര രൂപേ കന്യാ കുബ്ജവാസിനി കമനീയ തമ രൂപേ കന്യാ കുബ്ജവാസിനി കമനീയ. കന്യാകുബ്ജവാസിനി എന്നാണ് കന്യാകുമാരി ദേവിയെ വിളിച്ചിരിക്കുന്നത്. അവസാനം ബാഹ്യൂർ നന്ദിനിയിൽ വാഹിനി തട നിവാസിനി കേസരി വാഹനേ ദീദി ജാളി വിദാരണേ വാഹിനി തട നിവാസിനി കേസരി. ഇവിടെ വാഹിനി തട നിവാസിനി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഭാഗി പർവത നന്ദിനി. ഞാൻ ഒരു കീർത്തനം ദേവിയുടെ പാടാം.
പിന്നെ വേറെ വളരെ പ്രശസ്തമായ സിനിമാ പാട്ടിൽ കൂടെ പ്രശസ്തമായതാണ് മാമവസദാ ജനനി. അതേ വരി വെച്ച് തന്നെ വേറെ രാഗത്തിലും കീർത്തനമുണ്ട് അല്ലേ? മാമവസദാ വരദേ അംബ മാമവസദാ വരദേ. പിന്നെ അതുപോലെ രണ്ട് രാഗത്തിൽ ഒരേ വരിയുള്ള കീർത്തനം വേറെയുണ്ട് ദേവിയെ കുറിച്ച്. പാഹി ജഗയ ജനനി, വാചസ്പതി എന്ന് പറഞ്ഞ രാഗത്തിലുള്ള കീർത്തനം. പാഹി ജഗയ ജനനി സദതം പങ്കേ രുഹസന ജായേ. ഇനി അതേ വരി വേറെ രാഗം ഹംസാനന്ദി. പാഹി ജഗ ജനനി പാഹി ജഗ ജനനി പാഹി മാം കരുണയ പങ്കേ രൂഹനയനേയംബ പാഹി ജഗ ജനനി. ദേവിയെ കുറിച്ച് എത്രയോ കീർത്തനങ്ങളാണ്. ഞാൻ ഒരെണ്ണം കുറച്ച് വരി മാത്രം പാടാം. നവരാത്രിയിലെ കീർത്തനമാണ്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇത് ശഹന രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളിത് ലോകത്ത് ആൾക്കാരെ വിളിച്ചിട്ട് സായിപ്പന്മാരെ വിളിച്ചിട്ട് കേൾപ്പിച്ച് സ്വപ്നം പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കാർക്കും തോന്നൂല. അല്ലെങ്കിൽ നമ്മൾ വേറെ രാഗത്തിന് വീര്യം ശൗര്യം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഒരു രാഗം മാത്രം കേൾപ്പിച്ചു കൊടുത്താൽ ലോകത്ത് എവിടെയുള്ളവരും നമ്മൾ പറയുന്ന അതേ അഭിപ്രായം പറയും. ഒരു ഫാമിലി ഓഫ് രാഗമാണ്. അതിൽ ഒന്നാണ് പന്തുവരാളി. പന്തുവരാളിയിൽ കുറച്ച് തീവ്രത കൂടിയാൽ മരണശോകത്തിൻ്റെ ശബ്ദം കേൾക്കും. അതാണ് ശുഭപന്തുവരാളി. എൻ്റെ സഹോദരൻ അമേരിക്കയിലെ ഒരു പ്രൊഫസറാണ്. വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു മദാമ്മയാണ്. അപ്പോൾ അവർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ രാഗങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വല്ലതും തോന്നുന്നു എന്ന് വെച്ച് സ്വപ്നം കാണുന്നു ശഹന കേൾപ്പിച്ചപ്പോൾ അവരൊന്നും എനിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാ രാഗം കേൾപ്പിച്ചു. പക്ഷെ ശുഭപന്തുവരാളി കേൾപ്പിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു വെരി ഡിപ്രസിങ്. ആ രാഗത്തിന് സംസ്കാരത്തിൻ്റെ അപ്പുറത്ത് പോയി ആൾക്കാരുടെ മനസ്സിൽ സ്പർശിക്കാനുള്ള കഴിവുണ്ടെന്നാണ്. ഇത് ശുഭപന്തുവരാളിയല്ല. ശുഭപന്തുവരാളി സാധാരണ മന്ത്രിമാരൊക്കെ മരിക്കുമ്പോൾ റേഡിയോയിൽ ഇടുന്നൊരു പഴയ പാട്ടാണ്. സരോരുഹാസന ജായേ സരോരുഹാസന ജായേ ഭവതി സരോരുഹാസന ജായേ ഭവതി സരോരുഹാസന ജായേ ഭവതി സമോദമം നമാമി സരോരുഹാസന ജായേ ഭവതി സമോദമം നമാമി സരോരുഹാസന ജായേ. പുരന്ദരാദി സുരോത്തമ സുരുചിര പുരന്ദരാദി സുരോത്തമ സുരുചിര പുരന്ദരാദി സുരോത്തമ സുരുചിര പുരന്ദരാദി സുരോത്തമ സുരുചിര കിരീട
കിരീടമണികിരണാജിത ചരണേ ഊരംഗ രാജിസുരോത്തമ സുരുചിര കിരീടമണികിരണാജിത ചരണേ തക്കദ്രുമി ജനുത തകതരിത കിടതൃകിടത തക്കദ്രുമി ജനുത തകതരിത കിടതൃകിട നീത നീത പമദിന്ദ ദിന്ദ കിടതാനിത നിഗമ പദ നീത 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 പമദിന്ദ ദിന്ദ കിടതാനിത നിഗമ പദ നീത കരിത ജനുത തകദീനുദോം ദദ ദത്തിത്തരിഗണതോം 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 സരോരുഹാസന ജായേ ഭവതി സമോദമം നമാമി ഈസ